ഹലോ ഗേയ്സ്, സ്പോർട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻഫോ എന്ന് പറയുന്നത് ഒറാങ്കുട്ടാൻ്റെ IGLിലായുള്ള ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവരുടെ അച്ചീവ്മെൻറ്റ് ഇതുവരെ ലാനുവെൻറ്റുകൾ AS2 മുതൽ AS6 വരെ എല്ലാ അത്യാവശ്യം ലാനുവെൻറ്റുകളിലൊക്കെ ഒരു കൺസിസ്റ്റൻറ്റ് ലെവൽ പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു AS1 ഒരു ട്രോഫി ലാനുവെൻറ്റിൽ എടുക്കാനായിട്ട് ആരൂനും അല്ലെങ്കിൽ AKOPനും ഇതുവരെ സാധിച്ചിട്ടില്ല. എൻ്റെ അടുത്ത ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ BGS അവസാനിച്ചു. ഇനി അങ്ങോട്ട് വമ്പൻ ലൈനപ്പ് ചേഞ്ചുകളുടെ അനൗൺസ്മെൻറ്റുകളും ഫെയർവെൽ പോസ്റ്റുകളാണ് നമുക്ക് കാണാനായിട്ട് ഇരിക്കുന്നത്. അതിൽ ഒരുപാട് ഫെയർവെൽ പോസ്റ്റുകൾ ആൾറെഡി വന്നു കഴിഞ്ഞു. നമ്മളെ 8 ബിറ്റിൽ രണ്ട് പ്ലേയേഴ്സിനെ അവർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ടെർമിയയും ഒമേഗേനുമാണ് 8 ബിറ്റ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവർ ഏത് ടീമിലേക്ക് പോകും, 8 ബിറ്റിലേക്ക് ഏത് പ്ലേയേഴ്സ് വരും, നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ വസിഷ്ഠ സ്പോർട്സും അവരുടെ ലൈനപ്പിനെ ഫുള്ളി റിലീസ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ അടുത്തൊരു ലൈനപ്പ് ചേഞ്ച് എന്ന് പറയുന്നത് ലിഗ്ദ സ്പോർട്സിനെ ലൈനപ്പ് മൊത്തത്തിൽ ഷഫിൾ ആയിരിക്കുകയാണ്. ആൾറെഡി നിയോയും സൈറക്സും ടീമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗോബ്ലിനും ഈ ഒരു ലൈനപ്പിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ ഹെക്ടർ ലൈവിൽ വന്നിട്ടാണ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോബ്ലിനും ഇനി ഹെക്ടറിൻ്റെ ടീമിൻ്റെ കൂടെ ഉണ്ടാവില്ല, പുതിയൊരു ടീമിലേക്കാണ് ഇനി ഗോബ്ലിൻ ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഹെക്ടർ പറഞ്ഞിട്ടുള്ളത്. ഹെക്ടറിൻ്റെ ലൈനപ്പ് ഇനി ഏതാണെന്നും ഹെക്ടർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെക്ടറും വൈപ്പറും, അതായത് ആൾറെഡി വൈപ്പർ ഹെക്ടറിൻ്റെ ടീമിലായിരുന്നു, ഹെക്ടറും വൈപ്പറും ഉണ്ട്. പിന്നെ പുതിയ പ്ലേയേഴ്സായിട്ട് നമ്മളെ ഫീനിക്സ് സ്പോർട്സിൽ ഉണ്ടായിരുന്ന ഫ്യൂരിയും അതേപോലെ നമ്മൾ RNTXിലും സോളിലും കളിച്ചിട്ടുണ്ടായിരുന്ന ജോക്കറും ഈ ഒരു ടീമിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹെക്ടറിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5th പ്ലെയറിയും കൂടിയും അവർ നോക്കുന്നുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു ലൈനപ്പിന് മൊത്തത്തിൽ ലിഗ്ദ സ്പോർട്സ് ഫെയർവെൽ നൽകി റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഇനി ഹെക്ടറിൻ്റെ ടീം ലിഗ്ദയുടെ പാർട്ടായിരിക്കില്ല. മേ ബി ചിലപ്പോൾ വസിഷ്ഠയിലേക്കായിരിക്കാം ഇവർ പോകുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. കാരണം ലിഗ്ദയും വസിഷ്ഠയും ഒരു പാരൻറ്റ് കമ്പനി പോലെയാണ്. ലിഗ്ദ ജസ്റ്റ് BGSന് വേണ്ടി മാത്രമാണ് തുടങ്ങിയത്. അപ്പോൾ ചിലപ്പോൾ ഇവർ ഇനി വസിഷ്ഠ എന്ന പേരിലായിരിക്കും ഈ ഒരു ഹെക്ടറിൻ്റെ ഈ ഒരു ടീം, ഇപ്പോൾ പറഞ്ഞ ഞാനൊരു പ്ലേയിങ് ഫോർ ആ ഒരു ടീം വസിഷ്ഠ എന്ന പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തായിരിക്കും അനൗൺസ്മെൻറ്റ് എന്നുള്ളത്. ആൻഡ് ഇതിനോടൊപ്പം തന്നെ ഹെക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സൈറക്സ് ടീം ലെഫ്റ്റ് ചെയ്തതെന്ന്. നിങ്ങൾക്കറിയാം BGSൽ സൈറക്സ് പ്ലേയിങ് ഫോറിൽ മാച്ചുകളൊന്നും കളിച്ചിട്ടില്ലായിരുന്നു. പിന്നെയാണ് നിയോ ലെഫ്റ്റ് ആയത്. ഹെക്ടർ പിന്നെ സൈറക്സിനും വെച്ചൊരു ടീം ബിൽഡ് ചെയ്യാൻ, പ്ലേയിങ് ഫോറിൽ കളിപ്പിച്ചുകൊണ്ട് ഒരു ബിൽഡ് ചെയ്യാനുള്ള ഒരു ഇത് നോക്കുകയായിരുന്നു. അപ്പോൾ സൈറക്സിന് പുതിയൊരു ഓഫേഴ്സ് വന്നു, അല്ലെങ്കിൽ സാരക്സിന് പുതിയ ഓഫേഴ്സ് നോക്കണം എന്നുള്ള രീതിയിൽ സാരക്സ് ടീമിൽ നിന്നും ഇറങ്ങിയതാണ്. കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. ആൻഡ് പുതിയ ഓഫേഴ്സ് വന്നിട്ടുണ്ടാകും. സ്കൈ സ്പോർട്സ് പുതിയൊരു ടീമിലായിരിക്കും നമ്മൾ സാരക്സ് കളിക്കാൻ പോകുന്നതെന്നുമാണ് ഹെക്ടർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏത് ടീമിലായിരിക്കും നമ്മൾ സാരക്സിന് കളിക്കാൻ പോകുന്നത്. കാരണം സ്കൈ സ്പോർട്സ് നമുക്ക് വരുന്ന ഒരാഴ്ചക്കുള്ളിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ ലോവർ ബ്രാക്കറ്റ് അപ്പർ ബ്രാക്കറ്റ് മത്സരങ്ങൾ നടക്കാനുണ്ട്. അതിനുശേഷം അതിൻ്റെ ലാനും ഉണ്ടാവും. അപ്പോൾ ഒരു വീക്കത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് ലൈനപ്പ് അനൗൺസ്മെൻറ്റുകൾ എന്തായാലും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോംരാജ് നമ്മളുടെ ജോനതനെതിരെ ഒരു ബാന്തർ ഒരു സ്റ്റേജിലെ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോനതൻ്റെ അതിൻ്റെ റിപ്ലൈക്കായിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിപ്ലൈയും ജോനതൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ടുഡേക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, ഞാനിതൊന്നും മൈൻഡ് ചെയ്യുന്നുള്ള ഇല്ലാന്ന രീതിയിലായിരുന്നു ആ ഒരു സ്റ്റേജിൽ നമ്മുടെ ജോനതൻ ഇന്ത്യ ടുഡേക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റിലും ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാക്സിമം ട്രോഫിക്ക് വേണ്ടി ഞങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു ട്രോഫി കിട്ടിയില്ല. നെക്സ്റ്റ് ടൈം എന്തായാലും ഞങ്ങൾ ഈ ഒരു ട്രോഫി വിൻ ചെയ്തിരിക്കും. പിന്നെ സപ്പോർട്ടേഴ്സിന് താങ്ക് ചെയ്തുകൊണ്ട്, നിങ്ങൾ എൻ്റെ സപ്പോർട്ടേഴ്സ് മാത്രമല്ല, നിങ്ങളാണ് എൻ്റെ ഫാമിലി, നിങ്ങളാണ് എൻ്റെ കിങ്ഡം എന്ന രീതിയിലായിരുന്നു ബ്രോഡ്കാസ്റ്റിൽ നമ്മൾ ആ ഒരു ജോനതൻ്റെ റിപ്ലൈ എന്ന് പറയുന്നത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ സോളിൻ്റെ ലൈനപ്പ് ചേഞ്ച് ആണ്. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡൗൺഫോൾ പെർഫോമൻസ് ആണ് നമുക്ക് സോളിൻ്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചത്. അതും 15ാം സ്ഥാനത്താണ് ലാൻഡിൽ ഫിനിഷ് ചെയ്ത്. ഇതുവരെ കാണാത്തൊരു സോളിനെയാണ് നമുക്കിതിൽ കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ മാസി ലൈവിൽ വന്നപ്പോൾ സോളിൻ്റെ ലൈനപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. BGS ലാൻഡിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ സോളിൽ വമ്പൻ മാറ്റങ്ങൾ വരാനിരിക്കുകയായിരുന്നു. സൗമ്യനെയും ഹണ്ടേഴ്സിനെയും ഒഴിവാക്കാനിരിക്കുകയായിരുന്നു. BGS ലാൻഡിന് മുന്നേ തന്നെ അങ്ങനത്തെ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് മാസി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കുക, ലാൻഡിലേക്ക് വന്ന ഒരു ട്രോഫി എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതിന് കോമ്പറ്റീഷൻ തുടങ്ങിയിട്ടില്ല, അതിന് മുന്നേ തന്നെ ലൈനപ്പിൽ മാറ്റങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഹണ്ടേഴ്സും സൗമ്യനും ഒഴിവാക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ലാൻഡിൽ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും? കാരണം അത്രയും പ്രഷറോട് കൂടിയായിരിക്കും പെർഫോം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ പെർഫോമൻസ് ഉണ്ടാവുക. എന്തായാലും ടീമിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഒരുപാട് ഹെയ്റ്റ്, മാനേജറായുള്ള സിദ്ദിനൊക്കെ ഒരുപാട് ഹെയ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ബ്രോഡ്കാസ്റ്റ് അതിനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്ലേയേഴ്സിനെതിരെയും മാനേജ്മെൻറ്റിനെതിരെയും ഒരുപാട് ഹെയ്റ്റാണ് ഇപ്പോൾ സോൾ ഫാൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫാൻസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു ടൂർണമെൻറ്റ് അവർ മോശം പെർഫോമൻസ് ചെയ്തു, അത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യണം. പെർഫോമൻസ് പോരാ, ഇങ്ങനെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, അതൊക്കെ നമുക്ക് പറയാം. പക്ഷേ ടീമിന് ഇത്രത്തോളം ഹെയ്റ്റ് ചെയ്യേണ്ടത് അത് വളരെ മോശമാണ്. ഒരു
ജെന്യൂനായുള്ള ഫാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ഈ ഒരു ലൈനപ്പ് നിങ്ങൾക്കറിയാം എത്രത്തോളം അച്ചീവ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്രത്തോളം ലാൻവെൻറ്റുകൾ ജയിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഒരു മിസ്റ്റേക്കിന് ഇങ്ങനെയൊക്കെ ഹെയ്റ്റ് ഉണ്ടാക്കുന്നത് വളരെ മോശമാണ്. നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഓവർ ഹെയ്റ്റ് ഉണ്ടാക്കാതിരിക്കുക. ആൻഡ് തഗ് ലൈവിൽ വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈനപ്പിൽ മാറ്റങ്ങൾ എന്തായാലും ഉണ്ട്. അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇന്നൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും എന്നാണ്. നമുക്ക് നോക്കാം ആരായിരിക്കും സോളിൽ നിന്ന് ലെഫ്റ്റ് ആകാൻ പോകുന്നതിൻ്റെ, ആരായിരിക്കും പുതിയ പ്ലേയേഴ്സായിട്ട് സോളിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.